ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാർ, ഒരു കൈപ്പങ്ങൻ്റെ ഉപ്പേരി, ഒരു മീൻ പൊരിച്ചത്, പിന്നെ ചോറ് പറയണ്ടല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പാർ തുടങ്ങാം. സാമ്പാറിന് വേണ്ട സാധനങ്ങൾ: ചെറിയ ഉള്ളി ഒരു കൈ നിറച്ച്, വെളുത്ത ഉള്ളി ഒരു കുടം, അത് മതി, ഇത്തിരി ജീരകം, സാമ്പാർ പൊടി, ഇതെല്ലാം കൂടി കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് മൂപ്പിക്കുക. കുറച്ചൊന്ന് മൂക്കണം, പച്ചമണം പോകണം. എന്നതിൻ്റെ ശേഷം നമ്മൾ ഇത് മാറ്റി വെച്ച് പരിപ്പ് കഴുകി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേവിക്കണം. അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച സാധനങ്ങൾ അതിൽ കൊയ്ക്കും. ഒഴിച്ചതിൻ്റെ ശേഷം നമ്മൾ പുളിവെള്ളം എടുത്തിട്ട് അതിൽ സാമ്പാർ പൊടി ഒരു 6 സ്പൂൺ ഇട്ട്, 6 ഉണ്ടായിക്കോട്ടെ, അത്ര വേണം. എന്നിട്ട് ഈ ഒരു പിസിൽ വന്നാൽ പരിപ്പ് വെന്ത് അതൊഴിക്കുക. എന്നിട്ട് നമ്മൾ പച്ചക്കറി കഷ്ണം കൂടുതലൊന്നുമില്ല, മുരിങ്ങക്കായ ഇല്ല, കിട്ടിയില്ല. ഇത് വെണ്ടക്ക, ഉരുളൻകിഴങ്ങ്, തക്കാളി, പച്ചമുളക്, വലിയ ഉള്ളി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സാമ്പാർ ഉണ്ടാക്കുക. വേഗം നമുക്ക് പണി കഴിയും, പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ. മീൻ ചെറിയൊരു മീനാണ്, അത് പൊരിക്കുക. പിന്നെ നമ്മൾ ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്ത് അരച്ചിട്ടൊന്നുമില്ല, അതിനൊക്കെ ഒരുപാട് സമയം വേണം. അതൊന്നുമില്ല. ഇത് ഈ ഉള്ളിയൊക്കെ വറുത്ത് അതിലിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല രസമായിട്ട്. നമുക്ക് ഈ ഒരു ദിവസം ഈ സാമ്പാർ വെച്ചാൽ 2 ദിവസത്തിന് എടുക്കുക, ഒന്നും ആവില്ല, കേട് വരില്ല. ഇന്നേക്കും പറ്റും, നാളേക്കും പറ്റും. നാളെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാവരും നാളെ ഉച്ചയ്ക്ക് ഉണ്ടാക്കി നോക്കണം. ചോറിലേക്ക് ഇത് ഒഴിച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. നല്ല ഒന്ന് കടുക്, ഒരു 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ വേണം വറവിന്, പിന്നെ പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, കടുകൊക്കെ ഇട്ടുങ്ങാണ്ട് ഒരു വറവ്, നല്ലൊരു ടേസ്റ്റ് വരാനാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇത് കൊടുത്തിട്ട് ചോറ് കൊടുക്കുക. പിന്നെ ഒരു ഉപ്പേരി. ഇത് കയ്പ്പക്ക എന്ന് പറഞ്ഞാൽ നല്ല കഴിക്കണ സാധനമാണ്. ഇത് തീരെ കയ്പ്പില്ല. ഹലോ, ഇനി നാളെ കാണാം. അടുത്തത് ചെറിയ കുട്ടികളോട് 2 കടുങ്കഥ. കുഞ്ഞു കുട്ടികൾക്ക് കുസൃതി ചോദ്യം. റെഡിയല്ലേ? ചോദിക്കട്ടെ. പണ്ട് ഒരു ചേക്കാലിപ്പാപ്പ ഉണ്ടായിരുന്നു. അയാളെ പേരെന്ത്? അടുത്തത്, കോഴിക്കോട് ഒരു താത്ത, കൊയിലാണ്ടിയിലൊരു കാക്ക. കോഴിക്കോട് താത്ത കൊയിലാണ്ടിയിലേക്ക് വിരുന്ന് പോയി. താത്താക്ക് അപ്പം വേണം, എന്താ പറയേ? റെഡി? അസ്സലാമു അലൈക്കും.